ഒന്ന് രണ്ട് ദൈവോധന ചിന്തകളും കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കണമല്ലോ. അതിനാധാരമായിട്ട് നമുക്ക് കൊലോസ്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. കൊലോസ്യ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് സഹായിക്കണമേ. മതി 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 മതി. ധന്യനായ പൗലോസ് കൊലോസ്യയിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്ന ഒരു ലേഖനമാണ്. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. നല്ല വിശ്വാസികളാണ്. ഇടയ്ക്ക് ദുരുപദേശകന്മാർ വന്നു. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചൊക്കെ കളവ് പറയുന്ന കുറേ ദുരുപദേശകന്മാരൊക്കെ സഭയിലേക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് വന്നപ്പോൾ അവരെ റെസിസ്റ്റ് ചെയ്യുവാനും, അതുമാത്രമല്ല രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം എങ്ങനെ ഒരു ദൈവ പൈതൽ ജീവിക്കണമെന്ന് അത്യന്ത അപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. എല്ലാം പറയാൻ സമയമില്ല. എന്നാൽ 3-ാം അധ്യായത്തിൻ്റെ പ്രമേയം ഇപ്രകാരം ഞാൻ പറയാം. ശ്രദ്ധിക്കണേ. നമ്മൾ ഈ സ്നാനത്തിന് മുന്നമേ ക്ലാസ് എടുക്കാറുണ്ട്, ഇല്ലേ ദൈവാസനെ? ഇല്ലേ? എല്ലാവരും അങ്ങനെയല്ലേ സ്നാനപ്പെട്ടത്? ആണോ അല്ലയോ? ഞാൻ മറാഠി പാസ്റ്റർ അല്ലേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ കുറച്ച് നേരം നിങ്ങൾ മറാഠികളായിട്ട് ഇരിക്കണം, എനിക്ക് ഉത്തരം വേണം. കാരണം എന്താണെന്നറിയോ? നമ്മൾ കേൾക്കാറേ ഉള്ളൂ. വീട്ടിൽ പോയി കഴിയുമ്പോൾ എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം വരണം. വരത്തില്ലേ? കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് ഇരിക്കാം. പക്ഷേ നിങ്ങൾ എന്നോടൊപ്പം വരികയും ചെയ്യണം. ഇത് നിങ്ങളുടെ ഉള്ളിൽ കയറുകയും വേണം. ഓക്കെ. ഇവിടെ പറയുന്നത് എന്താണ്? ഈ പറയപ്പെട്ട അധ്യായത്തിനകത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ് 3-ാം അധ്യായം. അല്ലേ? നമ്മളെല്ലാം ക്ലാസ് കേട്ടിട്ടുണ്ടോ? സ്നാനത്തിന് ഇങ്ങനെ വേണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, വാ കൊണ്ട് ഏറ്റുപറയണം, ഇന്നതൊക്കെ ചെയ്യണം. പക്ഷെ സ്നാനത്തിന് ശേഷം എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അതല്ലേ പ്രശ്നത്തിന് കാരണം, അല്ലേ? അന്ന് ഞാൻ യേശുവിലായിരുന്നു എന്നല്ല പറയേണ്ടത്, ഇന്ന് ഞാനാണോ എന്നുള്ളതാണ് വിഷയം. ഹല്ലേലൂയ. അതാണ് പൗലോസ് കൊലോസ്യ സഭയെ പഠിപ്പിക്കുന്നത്. ഈ പറയപ്പെട്ട 3-ാം അധ്യായം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം, ശ്രദ്ധിച്ച് കേൾക്കണേ, യേശുവിനെ കൈക്കൊണ്ട ശേഷം സ്നാനാനന്തര ജീവിതം എങ്ങനെ നമ്മൾ ഭൂമിയിൽ നടത്തണമെന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് 3-ാം അധ്യായം. ഇങ്ങനെ പറയാം, ഒരു ക്രിസ്തുവിലെ വിശ്വാസി എങ്ങനെയായിരിക്കണം, ക്രിസ്തുവിലെ ഭർത്താവ് എങ്ങനെ ആയിരിക്കണം, ക്രിസ്തുവിലെ ഭാര്യ എങ്ങനെ ആയിരിക്കണം, ക്രിസ്തുവിലെ മക്കൾ എങ്ങനെ ആയിരിക്കണം, ക്രിസ്തുവിലെ യജമാനന്മാർ എങ്ങനെ ആയിരിക്കണം, ക്രിസ്തുവിലെ ദാസന്മാർ എങ്ങനെ ആയിരിക്കണം എന്ന് വേണ്ട ശക്തിയുക്തമായിട്ടുള്ള ഉപദേശം ഉൾക്കൊള്ളിച്ച ഒരു അധ്യായമാണ് 3-ാം അധ്യായം. അവിടെ പറഞ്ഞു വരുമ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരിക. അതിൻ്റെ 12-ാം വാക്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച 1-2 കാര്യങ്ങളുണ്ട്. വായിച്ചാട്ടെ, ശ്രദ്ധിക്കുക. അതുകൊണ്ട്, ആ പദം നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചോണം. അതുകൊണ്ട് 3 കാര്യങ്ങൾ എന്തൊക്കെയാ? തെരഞ്ഞെടുക്കപ്പെട്ടവർ. പറഞ്ഞാട്ടെ, തെരഞ്ഞെടുക്കപ്പെട്ടവർ. നിങ്ങൾ ചേർത്ത് പറയണം, എങ്കിലേ എനിക്ക് ഞാൻ ബാക്കി പറയത്തുള്ളൂ. പറഞ്ഞാട്ടെ, 1-ാമത്തെ എന്താ കാര്യം? തെരഞ്ഞെടുക്കപ്പെട്ടവർ. ആണോ? ആണെങ്കിൽ ഉച്ചത്തിൽ പറഞ്ഞോ. നിങ്ങൾ എന്താ പേടിക്കുന്നത്? സ്തോത്രം. പറഞ്ഞാട്ടെ ദൈവവാസനെ, തെരഞ്ഞെടുക്കപ്പെട്ടവർ. അടുത്തത് അടുത്ത ആരാ? ഒച്ചത്തിൽ പറയുന്നേ, പിശാചും കേൾക്കട്ടെ. നമ്മൾ ആരാ? സ്തോത്രം, നമ്മൾ വിശുദ്ധരാണ്. അടുത്ത് പ്രിയർ. 3 കാര്യങ്ങൾ. എന്താ പറയുന്നത്? തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വിശുദ്ധന്മാരാണ്, പ്രിയരാണ്. അത് ആകെ കൊണ്ട് അടുത്ത് ഈ 3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് താഴേക്ക് വരുമ്പോൾ 6 കാര്യങ്ങൾ ഞാൻ ധരിക്കണം. നിക്ക് മോനെ ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു പോട്ടെ. എന്ത് ചെയ്യണം? പറഞ്ഞാട്ടെ, നിങ്ങൾ പറഞ്ഞാട്ടെ. 3 കാര്യം ഉള്ളത് കൊണ്ട് 6 കാര്യം ധരിക്കണം. 6 കാര്യം ഉള്ളത് കൊണ്ട് 2 കാര്യങ്ങൾ ചെയ്യണം. അതാണ് വായിച്ചത്. ഇനി ഞാൻ പറയാം, അതുകൊണ്ട് എന്നൊരു പദം പറഞ്ഞില്ലായിരുന്നോ? അപ്പം നമുക്ക് എല്ലാവർക്കും ചോദിക്കാം, എന്തുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനെ പോലെ ജീവിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഞാൻ വിശുദ്ധനായി നിലകൊള്ളേണ്ടത്?
എന്തുകൊണ്ടാണ് ഞാൻ പ്രിയനായി മാറി ജീവിക്കേണ്ടത്? അതറിയണമെങ്കിൽ അതിൻ്റെ 1-ാം വാക്യം വായിക്കണം. വായിച്ചാട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? പറഞ്ഞാട്ടെ, ഞാൻ ഉയർത്തെഴുന്നേറ്റപ്പെട്ടവനാ എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ ആരായിരുന്നു? പറഞ്ഞാട്ടെ ആരായിരുന്നു? പാപത്തിൽ മരിച്ചവൻ, ശാപത്തിൽ മരിച്ചവൻ, ദൈവമായി സമ്പർക്കമില്ലാത്തവൻ, ലോകത്തിന്റെ മോഹത്തിൽ പെട്ടവൻ, സകലവിധ മ്ലേച്ഛതകളാലും മരിച്ചവസ്ഥയിലായിരുന്ന എന്നെ എന്റെ കർത്താവായ യേശു ക്രൂശിലൂടെ ജീവിപ്പിച്ചു. അങ്ങനെ ജീവിച്ചിരിക്കുന്നവരാണോ നമ്മൾ ഇന്ന് ജീവനുള്ളവരാണോ? മരിച്ചവരെ പോലെ ഇരിക്കേണ്ടവരല്ലെന്നേ. ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് നമുക്ക് സന്തോഷമില്ലേ? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ ഉയർക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അതിക്രമങ്ങളാലും പറഞ്ഞാട്ടെ, അതിക്രമത്താലും പാപത്താലും മരിച്ചവരായിരുന്നല്ലോ. ഇതേ പൗലോസ് എഫെസോസിൽ പറയുന്നത്, എഫെസ്യ സഭയോട് എന്താ പറയുക? നിങ്ങൾ എങ്ങനെയാ മരിച്ചത്? അതിക്രമം കൊണ്ട്, പാപം കൊണ്ട്, ദൈവത്തിന് ഹിതമല്ലാത്തത് ചെയ്തതിനാൽ ഒരു കാലത്ത് മരിച്ചവരായിരുന്നു. അപ്പൊ എന്റെ ചിന്ത, ഈ കാര്യം ദൈവസഭയോട് പറയേണ്ട ആവശ്യം എന്താ? മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്? എടാ, പൗലോസ് ഇങ്ങനെ പറയാം, നിങ്ങളെല്ലാം നല്ലവരാണ് എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇത് ഓർപ്പിച്ച കാര്യം. ആരാധനയുണ്ട്, പാട്ടുണ്ട്, കയ്യടിയുണ്ട്, അന്യഭാഷയുണ്ട്, സ്തോത്രക്കാഴ്ച കൊടുക്കാറുണ്ട്, ഉപവാസം നടക്കാറുണ്ട്, കൺവെൻഷൻ നടക്കാറുണ്ട്. എങ്കിലും ദൈവസഭയിൽ ജീവനുള്ളവർ കുറഞ്ഞുപോയി. അപ്പൊ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പൗലോസ് കൊലോസ്യ സഭയോട് പറയുക, നിങ്ങൾ ഇപ്പോൾ മരിച്ചവരല്ല. അതിനർത്ഥം എന്താണെന്നറിയാവോ? പഴയതൊന്നും എന്ത് കാണാൻ പാടില്ല? പറഞ്ഞാട്ടെ, എന്നിൽ പഴയത് കാണാവോ? എന്നാൽ ദാരുണമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതേ ഉള്ളൂ. സ്തോത്രം. തമ്മിൽ കുറ്റം പറച്ചിലും, തമ്മിൽ കളിയാക്കലും, തമ്മിൽ മാറി നിന്ന് രഹസ്യം പറച്ചിലും, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും, കള്ളം പറയുന്നതും ഇന്ന് ദൈവസഭയ്ക്ക് എഴുന്നേറ്റ് വരാൻ കാരണം എന്റെ ചിന്ത, അവർ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റവരാണ് എന്ന് മറന്നുപോയി. അതല്ലേ സത്യം? എടാ, പണ്ട് ആരാധനയ്ക്ക് വരാൻ വേണ്ടി ഒരു തടസ്സവും ഇല്ലായിരുന്നു. സ്വതന്ത്രം. ഇന്ന് ഒരു ചെറിയതുപോലും വലിയ തടസ്സമായി മാറിയതെന്താ? ശരിയല്ലേ? നമുക്ക് വലിയ തടസ്സങ്ങളായിരുന്നു പണ്ട്. അതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? മാറ്റിവെക്കുമായിരുന്നു. കർത്താവിന്റെ ആരാധനയ്ക്ക് തടസ്സമായി, ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്ക് തടസ്സമായി. എത്ര വലിയ രോഗം വന്നാലും, എത്ര വലിയത് കിട്ടിയാലും അതെല്ലാം മാറ്റിവെക്കുന്ന ഒരു ദൈവസഭയുണ്ടായിരുന്നു. എന്നാൽ ഇന്നോ അകത്ത് വന്നിരിപ്പുണ്ട്. ജീവനുണ്ടോ എന്ന് ചോദിച്ചാ സ്വത്രം ഇതേ സന്ദർഭമാകുമല്ലോ സഭ. അതുകൊണ്ട് അവരോട് പറയുക, ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ എന്ന്. വാവ്, മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ ഇരിക്കേണ്ടവരല്ല, പാപത്തിന്റെ കൂട്ടത്തിൽ ഇരിക്കേണ്ടവരല്ല, എക്സ്ക്യൂസിന്റെ കൂട്ടത്തിൽ ഇരിക്കേണ്ടവരല്ല. ഞാൻ വേറിട്ടൊരു വ്യക്തിയാണ്. അല്ലേ? എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ സഭ വ്യത്യാസമുള്ളതാണ്, എൻ്റെ കുടുംബം വ്യത്യാസമുള്ളതാണ്, ഞാൻ ചെയ്യുന്ന ജോലി എന്നിലൂടെ വ്യത്യാസപ്പെടും. കാരണം ഞാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ അനുയായിയ. ഇനി രണ്ടാമത്തെ വാക്യം വായിച്ച അങ്ങനെ പറഞ്ഞു പെട്ടെന്നും വായിച്ച രണ്ടാമത്തെ വാക്യം. അടുത്തത് എന്തുവാ?
ഉയർത്തെഴുന്നേറ്റവരുടെ ചിന്ത എന്തായിരിക്കണം? അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ? ഉയർത്തെഴുന്നേറ്റവരാകെ കൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വിശുദ്ധനായി ജീവിക്കണം, ഞാൻ പ്രിയനാ. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താ? ഉയർത്തെഴുന്നേറ്റപ്പെട്ടവരായ നാം എന്ത് ചെയ്യണം? അതെന്താ അങ്ങനെ പറഞ്ഞേ? ഭൂമിയിലുള്ള ആവശ്യമില്ലയോ? അല്ലേ? അതല്ലേ പറയുന്നേ? അങ്ങനെയല്ലേ പൗലോസ് എന്താ പറഞ്ഞ? ഉയരത്തിലുള്ളത് തന്നെ. അടുത്ത എന്താ പറയുന്നത്? ഭൂമിയിലുള്ളത്. ഞാനാണ് പൗലോസിനോട് ചോദിക്കും, പൗലോസ് എന്താ അങ്ങനെ പറഞ്ഞത്? പുള്ളി പറയും, ഭൂമിയിലുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിത്യതയെക്കുറിച്ചുള്ള നഷ്ടപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. ഭൂമിയിലുള്ളതിൽ മനസ്സ് വെച്ചാൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ആ സംഭവം മറന്നുപോകും. അതല്ലേ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ദൈവസഭയ്ക്കകത്ത് വന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എന്താ? ആരും മിണ്ടുന്നില്ല. നമ്മളെല്ലാവരും ഭയങ്കര ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിക്കും. ഒരു 6 മാസം കഴിയുമ്പോൾ എന്ത് പ്രാർത്ഥിക്കും? കർത്താവ് ഒരു പ്രമോഷൻ. അതും കഴിഞ്ഞായിരിക്കും ശമ്പളം ശരിയായിട്ടൊന്ന് കൂടിയില്ലല്ലോ, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അതിനുവേണ്ടി ഉപവാസം 41 വരെ എടുക്കും. എടാ, ഒരു 10 മിനിറ്റ് ബൈബിൾ കൂടുതൽ വായിക്കാൻ ഉപവസിച്ചവരുണ്ടോ? ദൈവത്തെ 1 മണിക്കൂർ തുള്ളി ആരാധിപ്പാൻ ദൈവം മുമ്പിൽ ഉപവസിച്ചവരുണ്ടോ? അതാ ക്രിസ്ത്യ ജീവിതം. ഈ എഴുതിയിരിക്കുന്ന ആരാന്നറിയാവോ? പൗലോസ് പറയാ, പണ്ട് ഞാനും ഇത് കൂട്ടുകാരനായിരുന്നു. എന്താ? ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സ് വെച്ച് ഞാൻ ജീവിക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം എൻ്റെ ദൈവം എന്നെ നിത്യമായ 3-ാം സ്വർഗത്തോളം അത് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പൗലോസ് പറയുക, ഇനി എനിക്ക് ഈ ഭൂമിയിലുള്ളത് വെറും കച്ചറയാ. അല്ലേ? എന്ന് പറഞ്ഞാൽ നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം ദൈവസഭ പ്രാപിച്ചെങ്കിലേ ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യത്തോടും ഒരു അവജ്ഞ ഉണ്ടാവൂ. എടാ, ഞാൻ സൗഖ്യമായതുകൊണ്ടല്ല എന്നെ തെരഞ്ഞെടുത്തതെന്ന്. എനിക്ക് ജോലി കിട്ടിയത് കൊണ്ടല്ല ദൈവം എന്നെ തെരഞ്ഞെടുത്തതെന്നേ. എൻ്റെ മക്കളുടെ കല്യാണം നടന്നത് കൊണ്ടല്ല ദൈവം എന്നെ തെരഞ്ഞെടുത്തതെന്നേ. എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയത് കൊണ്ടല്ലെന്ന് ദൈവം എന്നെ തെരഞ്ഞെടുത്തത്. എന്നെ തെരഞ്ഞെടുത്തത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് അവന്റെ കാര്യം ചിന്തിക്കുന്നത് കൊണ്ട്. സ്തോത്രം. അപ്പൊ ഉയരത്തിലുള്ളത് എന്ത് ചെയ്യണം? അതല്ലേ സത്യം. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന എന്ത് കാര്യമാണ്? എത്ര പേര് ഇന്ന് പകലിൽ വന്നപ്പോൾ സ്വർഗത്തെക്കുറിച്ച് മെഡിറ്റേഷൻ ചെയ്തു? നിങ്ങളാരും പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, എൻ്റെ നിർമ്മല മനസാക്ഷി കൊണ്ട് ചോദിച്ചതാണ്. ഇല്ലെങ്കിൽ സാരമില്ല, ഇന്നു മുതലെങ്കിലും എത്ര പേർക്ക് അത് താല്പര്യമുണ്ട്? കർത്താവ്, ഈ ലോകത്തിൽ എനിക്ക് അങ്ങനെയല്ല പൗലോസ് പറയുന്നത്, ഞാൻ കരുതിയിരുന്ന നേട്ടങ്ങളെല്ലാം ക്രിസ്തുവിനെ പ്രതി എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസ് എറിഞ്ഞ ചപ്പിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞ ഇതൊന്നും വേണ്ടെന്നല്ല, ഇതിനകത്ത് എന്തുണ്ടാകരുത്? മനസ്സ് വെക്കരുത്. കൊലോസ്യ സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടവരാ, ദൈവത്തിൻ്റെ കരുതൽ കണ്ടവരാ, ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം കണ്ടവരാ. എന്നാൽ കാലക്രമേണ ദൈവം എന്നുള്ള തത്വം മാറ്റിവെച്ചിട്ട് ഭൂമിയിലുള്ള ആവശ്യങ്ങളിൽ ഹൃദയം വെച്ച് നടക്കുന്നവർ. അടുത്ത ഒരു പദം കൂടി വായിച്ചാട്ടെ, 3-ാമത്തെ വാക്യം. 2-ാമത്തെ കാര്യം, ഉയരത്തിലെ ചിന്തിക്കുന്നവരാകണം. 3. ഇതെന്തോ അതിനർത്ഥം? ഒന്നുകൂടെ വായിച്ചാട്ടെ ആ പദം ശ്രദ്ധിക്കണേ. നിങ്ങൾ മരിച്ചു, അപ്പൊ നിങ്ങൾ പോയി. അടുത്ത്, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ അതിനർത്ഥം എന്താ? എന്ന് പറഞ്ഞാൽ, ഞാൻ യേശുവിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഞാൻ എന്ന വ്യക്തിത്വം ഒരിടത്തും കാണരുത്. എന്നെ ആര് കാണണം? കാണാറുണ്ടോ? എന്ന് പറഞ്ഞാൽ, ക്രിസ്തു
ക്രിസ്തുവിനെ കാണിക്കുവാനായി തീരുമാനമെടുത്തവരാകൊണ്ട്. എത്ര പേരുണ്ട് ഇന്ന് ദൈവസഭയിൽ? നമ്മളെ കാണിക്കാനല്ലേ വരുന്നത്? നമ്മുടെ പ്രാർത്ഥനയും പ്രസംഗവും കാണിക്കാറില്ലേ? നമ്മുടെ ആരാധനയ്ക്ക് വ്യത്യസ്ത തൂണുകൾ കൊടുത്ത് നമ്മൾ ആളുകളെ കാണിക്കാറില്ലേ? ഇന്ന് പകലിൽ തീരുമാനമെടുക്ക്, ഞാൻ വരുന്നത് എന്റെ ആരാധന കാണിക്കാനല്ല, എന്റെ കാര്യം കാണിക്കാനല്ല, എന്നിലൂടെ യേശു കാണണം. ആണണ്ടേ? യേശുവിനെ കാണിക്കണ്ടേ നമുക്ക്? അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? യേശുവിനെ കാണിക്കുന്നവരാകണം. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നറിയാവോ? ഞാൻ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്നെ എതിർക്കാൻ ആരാ ഉള്ളേ? മനസ്സിലാവുന്നുണ്ടോ ഇവിടെ ഇരിക്കുന്നേ? എന്ന് പറഞ്ഞ് ഇങ്ങനെ വേണേൽ പറയാം, നമ്മൾ വാഹനം ഓടിച്ച് ഈ മഞ്ഞിലൂടെ ഇവിടെ വന്നെത്തിയത് ആ ദൈവത്തിൻ്റെ മറവിലിരുന്നത് കൊണ്ടാണെന്നേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജോലി ചെയ്യാൻ പോകുമ്പോൾ, കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു വണ്ടി മുട്ടാതെ വണ്ണം, ഒരു ഏശലേക്കാതെ വണ്ണം, ഒരു കരച്ചിലില്ലാതെ വണ്ണം തിരിച്ചു വീട്ടിലെത്തുന്നതിൻ്റെ കാരണം അവർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. സ്തോത്രം. സന്തോഷമില്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളെ തൊടണമെങ്കിൽ നമ്മുടെ ക്രിസ്തു അറിയാതെ സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരോട് ചോദിക്കാം, പണ്ടൊക്കെ അവരുടെ ഒറ്റ കാര്യമുള്ള എന്താണെങ്കിലും അവരെന്ത് പറയും? കർത്താവ് നോക്കിക്കൊള്ളുവന്നേ, അല്ലേ? ഇന്നോ ഞാൻ ചെയ്യാം, മാറ്റിവേ, നമുക്കൊന്നും ചെയ്യാനില്ല. എന്തെങ്കിലും ദൈവസഭയ്ക്ക് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കല്ല ചെയ്യാനുള്ളത്, നമ്മുടെ യേശു ചെയ്യട്ടെ. അപ്പൊ മൂന്നാമത്തെ കാര്യം എന്താ? നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവരാ. അതുകൊണ്ട് നാലാമത്തെ കാര്യം, അതിന്റെ നാലാമത്തെ വാക്യം പെട്ടെന്ന്. ഈ വെളിപ്പാടുണ്ടോ? ഇന്ന് ദൈവസഭയ്ക്കകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദർശനം എന്താണെന്നറിയാവോ? നിത്യതയെക്കുറിച്ചുള്ളത്. നമ്മൾ നിത്യതയെക്കുറിച്ച് പാട്ടുപാടും, നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കും. പക്ഷെ ഇന്ന് പകലിൽ ഹൃദയത്തോട് ഒന്ന് ചോദിച്ചു നോക്കിയേ, കർത്താവേ, എൻ്റെ ഹൃദയം നിത്യതയെക്കുറിച്ച് വെമ്പൽ കൊള്ളുന്നതാണോ? പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, വിട്ടുപിരിഞ്ഞ്, നമുക്കാണെങ്കിലോ കർത്താവിനോട് വിട്ടുപിരിഞ്ഞ്, സ്തോത്രം അല്ലേ? അന്നത്തെ ഭക്തന്മാർക്ക് ക്രിസ്തു മതിയായിരുന്നു, ക്രിസ്തു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ നിത്യത മതിയായിരുന്നു. എന്നാൽ കാലക്രമേണ നമ്മളിൽ ഒരു മാറ്റം. ക്രിസ്തു ഇല്ലേലും ക്രിസ്തു തന്നത് മതി, അല്ലേ? അതാണോ ക്രിസ്തീയ ജീവിതം? നമ്മൾ മാറണ്ടേ? എത്ര പേർക്ക് ആ ഒരു മാറ്റം ആവശ്യമാണ്? കർത്താവേ, എനിക്ക് നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം നൽകണമേ. അത് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ പൗലോസ് എഴുന്നേറ്റത്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല, തെറ്റുപറ്റാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം ഞാൻ കണ്ടത് ഭൂമിയിലെ അവസ്ഥയല്ല, ഈ ഭൂമിയിൽ ഞാൻ ആരാണെന്നുള്ള അവസ്ഥയല്ല, ഞാൻ നിത്യതയിലെ ഔന്നത്യത്തിൽ നിൽക്കുന്ന, സകലവിധമായ ദൈവിക സ്വഭാവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നിത്യതയിലെ രാജാവിനെ കണ്ടുകൊണ്ട് പൗലോസ് പറയുക, എനിക്കത് മതി. എത്ര പേർക്ക് അങ്ങനെ ഒരു നിത്യതയെക്കുറിച്ചുള്ള ദർശനം വേണം? അടുത്തതിൻ്റെ 9ഉം 10ഉം വാക്യത്തിൽ പറയുക, ഞാൻ പുതിയ മനുഷ്യൻ ആകൊണ്ട്. അപ്പൊ 5 കാര്യങ്ങൾ കാരണത്താൽ നമ്മൾ 3 കാരണങ്ങൾ നേടി. എന്തൊക്കെയാ 5 കാരണങ്ങൾ? ഉയർത്തെഴുന്നേറ്റു, ഉയരത്തിലെ ചിന്തിച്ചു, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, അടുത്ത് തേജസ് കാണുന്നുണ്ട്, 5 പുതിയ മനുഷ്യൻ. ഇതാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ 3 കാര്യത്തിൽ അർഹർ. സ്തോത്രം. എടാ, ഇന്ന് ഞാൻ എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്ത പാതയിൽ നടക്കുന്നത്, എന്നേക്ക് ദൈവം തന്ന വിശുദ്ധിയിൽ ഞാൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ പ്രിയനായി ഞാൻ ജീവിക്കേണ്ട ആവശ്യകത ഞാൻ എന്തോ ആയതുകൊണ്ടല്ല, എന്തൊക്കെ യേശു എനിക്ക് വേണ്ടി ചെയ്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആയിത്തീരണം.
അപ്പൊ ഈ 3 കാര്യങ്ങൾ ആകെ കൊണ്ട് എന്തൊക്കെയാ? തിരഞ്ഞെടുക്കപ്പെട്ട വൃദ്ധന്മാർ, വിശുദ്ധന്മാർ. ഇത് കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെ ജീവിക്കാറുണ്ടോ? വിശുദ്ധി നൽകിയ ആ യേശുവിൻ്റെ വിശുദ്ധീകരണത്തിനൊപ്പം ജീവിപ്പാൻ എത്ര പേര് ദൈവത്തിൻ്റെ മുമ്പിൽ തന്റെ ജീവിതത്തെ സമർപ്പിച്ചിട്ടുണ്ട്? ഇന്ന് ദൈവസഭയിൽ നിന്ന് അന്യപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്ന ഒരു കാര്യമല്ലേ വിശുദ്ധി? എല്ലാമുണ്ട്, നിറവുണ്ട്, ആത്മാവിൽ ആരാധനയുണ്ട്, പാട്ടുണ്ട്, കൈയടിയുണ്ട്. വിശുദ്ധി ഉണ്ടോ എന്ന് ഇന്ന് പകലിൽ ചിന്തിക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ പ്രിയരാകാൻ പറ്റത്തില്ല. അങ്ങനെയല്ലേ പറഞ്ഞത്? തെരഞ്ഞെടുക്കപ്പെട്ടവർ, വിശുദ്ധീകരിക്കപ്പെട്ടവർ, പ്രിയർ. അപ്പൊ പ്രിയരായി ജീവിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? എപ്പോഴാണ് പ്രിയരാകുന്നതെന്ന് അറിയാവോ? യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്, അവൻ സ്നാനപ്പെട്ട് വെന്ന് കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്നൊരു വിളി. എന്താ? അപ്പൊ എപ്പോഴാണ് പ്രിയരായി ജീവിക്കേണ്ടത്? ദൈവം നമുക്ക് തന്നതായ കാര്യങ്ങൾ അണുവിട വ്യത്യാസമില്ലാതെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ചെയ്യുവാൻ തീരുമാനമെടുക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിന് പ്രിയരാകുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ ജീവിക്കൊണ്ട് 6 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 6 കാര്യങ്ങൾ ധരിക്കണം. ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും ഊരി മാറ്റാൻ പാടില്ല. നമ്മൾ വസ്ത്രമൊക്കെ മാറ്റുന്ന പോലെ ഇത് മാറ്റാൻ അടുത്തുള്ളവരോട് പറഞ്ഞേ, ഇത് ഊരി മാറ്റരുത്. അടുത്തുള്ളവരോട് പറഞ്ഞാട്ടെ. ഇത് ദൈവസഭയാണോ? പൗലോസ് പറയാ, ഈ 6 കാര്യങ്ങൾ, all these 6 things must be put on. അതിൽ ഒരു ദാക്ഷിണ്യവും ഇല്ല. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. വായിച്ചാട്ടെ മോനെ. എന്താണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സലിവ്. അത് ഇംഗ്ലീഷാണ്, കമ്പാഷൻ. അത് നമുക്ക് എല്ലാവർക്കും. എന്താ മനസ്സലിവ്? നമുക്ക് അലിവുണ്ടോ? പോട്ടെ, നമ്മളോട് സ്നേഹിക്കുന്നവരോടൊക്കെ വല്ലപ്പോഴും ഒക്കെ അലിവ് തോന്നും, അല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ പറയുന്നില്ല. എനിക്ക് സ്നേഹമുള്ളവരോട് ഞാൻ എന്ത് കാണിക്കും? അവൻ എന്തേലും തട്ടുകേടി പറ്റിയ സാരമില്ല മോനെ, ഞാൻ നിനക്ക് വേണ്ടി. അതേ സമയത്ത് നമുക്ക് വിരോധമുള്ള ഒരുത്തൻ എന്തേലും പറ്റിയാലോ? അല്ലേ? നമ്മളെന്താ പറയുന്നത്? അവന് അങ്ങനെ തന്നെ പറഞ്ഞാട്ടെ. നിങ്ങൾ എനിക്കൊന്ന് ഇവിടുത്തെ ആൾക്കാരും അങ്ങനെ ഒന്നും പറയത്തില്ല, ഞങ്ങളുടെ അവിടുത്തെ മാത്രമേ പറയത്തുള്ളൂ. എടാ, എന്നോട് ചേർത്ത് സഹകരിക്കുന്ന, എനിക്ക് കൈത്താങ്ങൽ തരുന്ന, എന്നെ പുകഴ്ത്തുന്ന, എന്നോടൊപ്പം ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ എന്തേലും പ്രശ്നമുണ്ടായാൽ എനിക്കൊരു മനസ്സലിവുണ്ടെന്നേ. എന്നാൽ എനിക്ക് വിരോധിയായിരിക്കുന്ന, എന്നെക്കുറിച്ച് കള്ളം പറയുന്ന, എന്നെക്കുറിച്ച് വേണ്ടാതീനം പറഞ്ഞ, എന്നെ അവഗണിക്കുന്ന ആ വ്യക്തിയെ കുറിച്ചും നമുക്ക് എന്തുണ്ടാകണം? അതല്ലേ യേശു. മനസ്സലിവ് കാണണമെങ്കിൽ എവിടെ കാണണം? യേശു പറയുകയാണ്, ലോക സമുദായത്തെ കണ്ടപ്പോൾ യേശു മനസ്സ്. അതിനകത്ത് എൻ്റെ ചോദ്യം, പാപികളുണ്ടായിരുന്നോ? കുറ്റം പറയുന്നവരുണ്ടായിരുന്നോ? തമ്മിലടിക്കുന്നവരുണ്ടായിരുന്നോ? എല്ലാവരും ഉണ്ടായിട്ടും എൻ്റെ യേശുവിനൊരു ഭേദഗതിയും ഉണ്ടായില്ല എങ്കിൽ അതേ സ്വഭാവം ദൈവസഭ ധരിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. സ്തോത്രം. ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് ഒരു കമ്പി വാദം പോലെ. അടുത്ത എന്താണെന്നറിയാവോ? ദയ. അത് ഇതിനേക്കാൾ കട്ടിയ. ഈ മനസ്സലിവ് എന്ന് പറയുന്നത് കേവലം ഒരു ഫീലിംഗാ. ജസ്റ്റ് എ ഫീലിംഗ് സോറോ അബൌട്ട്, ഫീലിംഗ് ഹാപ്പി അബൌട്ട്, ഫീലാണ്, അല്ലേ? പക്ഷെ ദയ എന്ന് പറഞ്ഞാൽ അതല്ല. പറഞ്ഞാട്ടെ, ഫീലിനോടൊപ്പം ആക്ഷൻ ചേർന്നതാണെന്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം. ഈ നമ്മളൊക്കെ എപ്പോഴും എല്ലാ കാര്യത്തിനും പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? എന്നാൽ പറഞ്ഞു വന്നേ, പ്രാർത്ഥിക്കുന്നവരാ. പറഞ്ഞേ, പ്രാർത്ഥിക്കാറുണ്ട്. ആരെന്ത് പറഞ്ഞാലും പ്രാർത്ഥിക്കും, അല്ലേ? അങ്ങനെയുള്ള ഒരു അച്ചായനെ കുറിച്ച് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, പറയട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു അച്ചായനുണ്ടായിരുന്നു, നല്ല സാമ്പത്തികമുള്ള പണക്കാരനായ ഒരു അച്ചായൻ.
കോടികളുടെ ആസ്തിയുള്ള. ശ്രദ്ധിച്ച് കേൾക്കണേ, ബാക്കിലിരിക്കുന്നവരും എല്ലാവരും കേൾക്കണം. ഇതൊന്നും മനസ്സിനകത്ത് കയറാൻ വേണ്ടി ഞാനിങ്ങനെ ശാന്തമായി പറയുന്നു. എന്ന് വെച്ചാൽ കോടികളുടെ ആസ്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരം ശക്തനായ ആ ദേശത്തെ ഏറ്റവും വലിയ പണക്കാരൻ എന്ന് വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയാം. ഈ അച്ചായനും ആ ദൈവസഭയിലെ അംഗമാണ്. അപ്പോൾ ഒരിക്കൽ ഒരു അമ്മച്ചി, പ്രായമുള്ള ഒരു അമ്മച്ചി ദൈവസഭയിലേക്ക് ഓടി വന്നിട്ട് കരഞ്ഞുകൊണ്ടൊരു സാക്ഷ്യം പറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇത് പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന ചില കാര്യങ്ങൾ ആ ഒരു ഉദാഹരണമാണ്. ഓടി വന്നിട്ട് അമ്മച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പം ദേവാസ് ചോദിച്ചു, എന്താ അമ്മച്ചി കാര്യം? എല്ലാവരും കേൾക്കുന്നുണ്ട് ദൈവസഭയിൽ, സാക്ഷ്യത്തിൻ്റെ നടുവിൽ. അമ്മച്ചി കണ്ണുനീരോട് പറയുക, എൻ്റെ മകനും മോളും മരിച്ചു, എനിക്കൊരു കൊച്ചു മോളേ ഉള്ളൂ, അവൾ വിവാഹപ്രായമായി നിൽക്കുക, കല്യാണ ആലോചന ഒത്തിരി വരുന്നുണ്ട്, പക്ഷെ കല്യാണം നടക്കുന്നില്ല. ഒറ്റ കാരണം എന്താണെന്നറിയാവോ? കേരള സിസ്റ്റം. പറഞ്ഞാട്ടെ സഹോദരൻ, എന്താ? എൻ്റെ ദൈവമേ, ഇങ്ങനെയുള്ള പെന്തിക്കോസുകാരാണല്ലോ നമ്മൾ. ഞാൻ പോട്ടെ, ഇനി അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ നമുക്ക്, എനിക്കും വിഷമമോ നിങ്ങൾക്ക്, അതുകൊണ്ട് ഞാൻ മാറ്റി വെക്കുക. എന്താ പറഞ്ഞേ? അന്നത്തെ കാലത്ത് 10 ലക്ഷവും മാരുതി കാറൊക്കെ ചോദിച്ചു കഴിഞ്ഞ് ഈ അമ്മച്ചി 100-ന്റെ നോട്ട് കണ്ടിട്ട് നാളുകൾ കുറേയായി. ഈ അമ്മച്ചി വന്ന് സങ്കടം പറയുക, ദൈവദാസനെ സഭയെ, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ കല്യാണവും മുടങ്ങുകയാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പം അമ്മച്ചി ഇരുന്ന് സാക്ഷ്യം കഴിഞ്ഞിരുന്നപ്പം ബാക്കിലൊരു അച്ചായൻ്റെ, ഞാൻ പറഞ്ഞു നമ്മുടെ അച്ചായൻ ബാക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എല്ലാവരും വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ പറയാം. പുള്ളി ചാടി, അമ്മച്ചി ഒരു കാരണവശാലും ഭാരപ്പെടണ്ട, ഇന്നു മുതൽ ഞാൻ അമ്മച്ചിക്ക് വേണ്ടി 21 ദിവസം ഉപവസിക്കും. നല്ല കാര്യമല്ലേ അല്ലേ അച്ഛാ? നല്ല കാര്യമല്ലേ പ്രാർത്ഥിക്കുന്നത്? ആണോ അല്ലയോ? നിങ്ങൾ പറ. നല്ല കാര്യം, എല്ലാവർക്കും സന്തോഷമായി. എന്നാൽ അച്ഛൻ നുണ പറയത്തില്ല കേട്ടോ, നമ്മളെപ്പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. നമ്മളാണെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് മറന്നു കളയുന്ന ആൾക്കാരാണ്. അച്ഛൻ അങ്ങനെയല്ല, അത് ചെയ്യും. അപ്പോൾ ഈ അച്ചായൻ ഇതങ്ങ് പറഞ്ഞിട്ട് എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെയാ? 1-ാം ദിവസം പ്രാർത്ഥിച്ചു. എന്തോ പ്രാർത്ഥന? ഒറ്റ പ്രാർത്ഥനയുള്ളൂ, അമ്മച്ചിക്കടെ കൊച്ചുമോളുടെ വിവാഹത്തിന് പൈസ ലഭിക്കണം. 1, 2, 3 എല്ലാ ദിവസവും ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ആത്മാർത്ഥതയോടെ മുട്ടമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഈ അമ്മച്ചിക്ക് എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പിറ്റേ സൺഡേ വന്നു. പിറ്റേ സൺഡേ ആയപ്പോഴേക്കും അമ്മച്ചിയുടെ മുഖത്ത് എന്തോ ഒരു വലിയ സന്തോഷം. അമ്മച്ചി ഓടി ചിരിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ആരാധിക്കുമ്പോൾ എന്താ ഞങ്ങൾ പറയുന്ന പോലെ ഡാൻസ് ചെയ്ത് തുള്ളിച്ചാടി, എന്നും ഇല്ലാത്തൊരു വലിയ സന്തോഷം പുള്ളിക്കാരത്തിൻ്റെ മുഖത്ത് കണ്ടു. അപ്പോൾ സാക്ഷ്യത്തിന് സമയമായി. അപ്പോൾ ഈ അമ്മച്ചി ഇങ്ങനെ കാത്തിരിക്കുക, എപ്പോൾ സാക്ഷ്യം വരും. നമ്മളെ പോലെയല്ല, നമ്മൾ സാക്ഷ്യം ഉണ്ടെങ്കിലും പറയത്തില്ല. ആ അമ്മച്ചി അങ്ങനെയല്ല, വല്ലപ്പോഴും ഒക്കെ പറയും. സാക്ഷ്യം വന്നിട്ട് അമ്മച്ചിയോട് പാസ്റ്റർ പറഞ്ഞ് സാക്ഷ്യത്തോടെ സമയമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് പോലും സമയം കൊടുത്തില്ല. അമ്മച്ചി ആടി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ദൈവദാസനെ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ദൈവസഭയുടെ പ്രാർത്ഥന കേട്ടു, എൻ്റെ കുഞ്ഞിന് ആവശ്യമായ പണം വീട്ടിലെത്തി. നമ്മളെ പോലെ അവരും സ്വത്രം പറഞ്ഞ് കാണും. എന്തോ ദൈവമേ, ദൈവം എത്ര വലിയവൻ, ദൈവം എത്ര നല്ലവൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സ്തുതിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മച്ചി ഈ പറഞ്ഞ വാക്ക് അവസാനിപ്പിച്ചില്ല. ആര് ചാടി എഴുന്നേറ്റു? പറഞ്ഞേ നിങ്ങൾ, ആര് ചാടി എഴുന്നേറ്റ് കാണും? അച്ചായ ചാടിയിട്ട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, എൻ്റെ അമ്മച്ചി, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് 8-ാമത്തെ ദിവസത്തിലേക്ക് പോവുക പ്രാർത്ഥനയ്ക്ക്, അതിനു മുമ്പേ ദൈവം മറുപടി തന്നു. എല്ലാവരും അങ്ങ് കൈയടിച്ച് ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവർ രണ്ടുപേര് വരുന്നപ്പം ഒരു 12 വയസ്സുള്ള ഒരു കൊച്ചൻ എഴുന്നേറ്റു. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു 12 വയസ്സുള്ള കൊച്ചൻ അങ്ങോട്ട് എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, ദൈവദാസനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മച്ചി പറഞ്ഞു, അപ്പച്ചൻ പ്രാർത്ഥിച്ചു, ഞാൻ പ്രവർത്തിച്ചു, പുള്ളിക്കാരത്തിക്ക് കാശ് കിട്ടി. ആർക്കും ഒന്നും പിടികിട്ടിയില്ല. അപ്പോൾ ദൈവദാസൻ ചോദിച്ചു, എന്താ മോനെ അങ്ങനെ പറഞ്ഞേ? അപ്പോൾ ഈ കൊച്ചു പറഞ്ഞു, ഞാനേ ആ ബേക്കിലിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ അച്ചായനുണ്ടല്ലോ, ആ അച്ചായൻ്റെ കൊച്ചുമോനാ. അപ്പം ഡെയിലി ഞാൻ വീട്ടിൽ വരുമ്പം എൻ്റെ അച്ചായൻ എന്നും പ്രാർത്ഥിക്കുന്നത് എന്താ? അമ്മച്ചിക്ക് പൈസ കൊടുക്കണേ, ദൈവമേ ആരിലൂടെയെങ്കിലും ദൈവം പ്രവർത്തിക്കണേ എന്നൊക്കെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്തൊരു പ്രേരണ തോന്നി.
അപ്പച്ചന്റെ കട്ടിലിനടിയിൽ വെച്ച അലമാരി തുറന്ന് ഒരു നല്ല പൈസ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. ഇങ്ങനെയൊക്കെ ചിലത് നമ്മുടെ ദൈവസഭയിൽ വേണ്ടേ? അപ്പൊ ആ കൊച്ചിനോട് ദൈവദാസൻ ചോദിച്ചു, മോനെ ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചതെന്താ? ശ്രദ്ധിച്ചേക്ക. ആ കൊച്ചു പറഞ്ഞു, ഞാൻ സൺഡേ സ്കൂളിൽ പോയപ്പോൾ എന്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചു, കയ്യിലുള്ളപ്പോൾ പ്രാർത്ഥിക്കരുത്. ഓ, ഇത് ആരോടൊക്കെ ഉള്ള ദൂതാണ്. അമ്മ ആരും മിണ്ടുന്നില്ല. എന്റെ കർത്താവ്, ഈ പാസ്റ്ററിനെ ഇനി വിളിച്ചാലും ശരി, ഇദ്ദേഹത്തെ നമ്മുടെ ചിന്ത മാറണമെന്നേ. കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. നമുക്കൊരുത്തന് കൊടുക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കരുത്. ഒരുത്തന്റെ വീട്ടിൽ പോകാൻ കാല് തന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കരുത്. അവന്റെ അടുത്ത് പോയി അവനെ സഹായിക്കൂ. അതാതെയാ സ്തോത്രം. ഇതേ നമുക്ക് വേണ്ടേ? എടാ, കൊച്ചിനുണ്ടായ ദയ ആ കോടീശ്വരനുണ്ടായിരുന്നെങ്കിൽ ആ കുടുംബത്തിലെ ആ സഭയ്ക്കകത്തെ എല്ലാത്തിൻ്റെയും വിവാഹം നമ്പർ 1 ആയി നടത്തുവാൻ സാധിക്കും. എന്താ കാരണം? ദയയില്ലാത്തവനെ സാക്ഷി. ദൈവസഭ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വേണ്ട ഈ ദയ? എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, ദയ. ഒരുത്തൻ വീണ് കിടന്നാൽ കൈ കൊടുത്തിട്ട് എഴുന്നേൽപ്പിപ്പാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ പ്രായമുള്ളവരെ കാണുമ്പോൾ സഹോദരൻ നീ ഇരിക്കുക എന്ന് പറയുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഒരാൾ വീണ് കിടക്കുമ്പോൾ ഓ അവൻ വീഴട്ടെ എന്ന് പറയുന്ന ഈ ലേവ്യനെയും പുരോഹിതനെയും പോലെയല്ല, നല്ല സമരിയക്കാരനായി അടുത്ത് വന്നിട്ട് അവന്റെ മുറിവ് കെട്ടി അവനെ എഴുന്നേൽപ്പിച്ച് സത്രത്തിലാക്കുവാൻ മനസ്സുള്ള ദൈവസഭ ഉണ്ടെങ്കിൽ അവിടെയാണ് യേശുവിന്റെ സാന്നിധ്യം. സ്തോത്രം. ഇത് വേണ്ടേ നമുക്ക് ദയ? നമുക്ക് ദയയില്ലാത്ത പ്രാർത്ഥന വേണ്ടെന്നേ. നമ്മൾ പ്രാർത്ഥിച്ച് മടുത്ത് ദൈവം പോലും കേൾക്കുന്നില്ല. ദൈവം പറഞ്ഞ പ്രവൃത്തി ചെയ്യുക. ഇന്ന് ദൈവാത്മാവ് പറയുക, ചില ഹൃദയങ്ങളോട് നമ്മൾക്ക് പ്രവൃത്തി ചെയ്യുവാൻ സമയം ഉണ്ടായിട്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കല്ലേ, അതിൻ്റെ മേൽ ദൈവത്തിന് പ്രസാദമില്ല. കാരണം ദൈവവചനം പറയുന്നു, എളിയവന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി പൊത്തുന്നവനും പ്രാർത്ഥിക്കും. ഓ, ഒന്നുകൂടെ പറയാം, എളിയവന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി പൊത്തി അടച്ചു വെച്ചിട്ട് അവന് വേണ്ടി ഉത്തരം കൊടുക്കാതെ നമ്മൾ പ്രശ്നത്തിലാകുന്ന ഒരു സമയം വരും. അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുക, ഞാൻ അവന്റെ പ്രാർത്ഥന കേൾക്കില്ല. സ്തോത്രം. അങ്ങനെയാണോ നമ്മുടെ ദൈവസഭ ആകേണ്ടത്? ഇത് സ്നാനശേഷം രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനെ അകത്ത് ചേർത്ത് പിടിച്ച ഞാനും നിങ്ങളും ചെയ്യേണ്ടതാണ്, മറ്റുള്ളവരെ അല്ല. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ മറ്റേ സ്റ്റീഫൻ ചെയ്യട്ടെ, അഗായസ് ചെയ്യട്ടെ, ക്രിസ്പോസ് ചെയ്യട്ടെ, അതല്ല വിഷയം. ആര് ചെയ്യണം? പറഞ്ഞാട്ടെ, നിങ്ങൾ അത് മിണ്ടുന്നില്ലേ? പാസ്റ്റർ ചെയ്യണം അല്ലേ? പറഞ്ഞാട്ടെ, ഞാൻ ചെയ്യണം. നിങ്ങൾ പറഞ്ഞാലേ ഞാൻ അടുത്ത പറയുള്ളൂ. ഞാൻ ചെയ്യണം. എന്തൊക്കെ ചെയ്യണം? ദൈവഹിതമായതെല്ലാം ചെയ്യണം. ഹല്ലേലൂയ. ഇതിനകത്ത് അടിച്ചു വാരുന്നത് ദയ. ഇവിടെ വന്ന് ഒരുത്തനൊരിച്ച് വെള്ളം കൊടുക്കുന്നത് ദയ. കൈ കൊണ്ട് കൊടുക്കുന്നത്. ഒരുത്തൻ്റെ വീട്ടിൽ അവൻ പട്ടിണി കിടക്കെ വീട്ടിൽ വണ്ടി ഓടിച്ച് അവന് കൊണ്ടുപോയി ഒരു പടി ചോറ് കൊടുക്കുന്നത് ദയ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഫോണിലൂടെ ആമേൻ സ്തോത്രം പറയുക മാത്രം ചെയ്യാതെ അവൻ്റെ അടുത്ത് പോയി 10 മിനിറ്റ് ഇരുന്ന് അവൻ്റെ കൈവച്ച് ആശ്വസിപ്പിക്കുന്നതാണ് ദയ. എത്ര പേർ ചെയ്യാൻ തീരുമാനമെടുക്കുന്നുണ്ട്? എൻ്റെ സമയം തീർന്നു. എത്ര പേർക്ക് ഇതിൽ തീരുമാനമുണ്ട്? കർത്താവ്, എനിക്കൊരു ദയാവാനായി തീരണം. അടുത്തെന്താ പറയുന്നത്? താഴ്മ. അതൊക്കെ പറയാൻ പോയി ഒത്തിരി സമയം എടുക്കും. അടുത്തെന്താ? സൗമ്യത. പിന്നെന്താ? ദീർഘക്ഷമ. പിന്നെന്താ? സകലത്തിനേക്കാൾ മേലെ എന്ത് ധരിക്കണം? സ്നേഹം ധരിക്കണം. ഈ 6. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, നമ്മളിൽ ഇതുണ്ടോ? ഇത് ഉള്ളവരോടാണ് 2 കാര്യം ചെയ്യാൻ പറഞ്ഞത്. എന്താ? പരസ്പരം വഹിക്കുന്നവരായിരിക്കണം. പരസ്പരം ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുന്നവരായിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, 5 കാര്യങ്ങളാകെ കൊണ്ട് 3
പദവികൾ നമുക്ക് ലഭിച്ചു. 3 പദവികളിൽ ജീവിക്കുന്നവർ 6 കാര്യങ്ങൾ ധരിച്ചു. 2 കാര്യങ്ങളിൽ ജീവിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആത്മീക സഭ. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് കൈയടിക്കാനറിയാം, പാട്ടുപാടാനറിയാം, അന്യഭാഷ പറയാനറിയാം എന്ന് വേണ്ട സകലവിധ കാര്യങ്ങൾക്ക് നമ്മൾ മുൻപന്തിയിലുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ ചോദിച്ചേ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ട്, വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിച്ചതുകൊണ്ട്, സ്നേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ഉറവിടമായ ആ ദൈവത്തിൻ്റെ സ്നേഹമായതുകൊണ്ട് എൻ്റെ ഉള്ളിനകത്തൊരു മനസ്സലിവില്ല എങ്കിൽ ഇന്ന് പകലിൽ തീരുമാനമെടുക്ക്. കർത്താവിന് നിന്റെ കൈയടി ആവശ്യമില്ല, കർത്താവിന് നിന്റെ അന്യഭാഷ ആവശ്യമില്ല, കർത്താവിന് നിന്റെ പ്രസംഗം ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യം മനസ്സലിവാണ്. നമ്മുടെ ചിന്ത മാറ്റണം. ദൈവസഭ വളരുന്നതായിരിക്കണം. ദൈവസഭയ്ക്കകത്ത് ഊനം കാണാൻ പാടില്ല. ദൈവസഭയ്ക്കകത്ത് പൈശാചികൻ കയറരുത്. ദൈവസഭയ്ക്കകത്ത് ദൈവാത്മാവിന്റെ നിലവിലുണ്ടാകണം. ദൈവാത്മാവ് ഉള്ളെടുത്ത് ചില കാര്യങ്ങൾ നടക്കുമെന്ന് എത്ര പേരിന്ന് പകലിൽ വിശ്വസിക്കുന്നുണ്ട്? കരമടിച്ചിട്ട് ദൈവത്തോട് ഒന്ന് പറയാമോ? കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങയുടെ മനസ്സലിവ്, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരുതൽ ഒന്ന് എന്നിലൂടെ പ്രദർശിപ്പിക്കണമേ. ഇതാ ദൈവസഭ, ഇതായിരിക്കണം ഒരു കുടുംബം. എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ദയയുള്ളവൻ, എൻ്റെ ഭാര്യയ്ക്ക് മുമ്പിൽ ദയയുള്ളവൻ, എൻ്റെ ഭർത്താവിന് മുമ്പിൽ ദയയുള്ളവൻ, എൻ്റെ സഭയുടെ അകത്ത് വരുമ്പോൾ പരസ്പരം ദയയുള്ളവരായി, ചേർന്നിരിക്കുന്നവരായി, സഭയോട് ചേർന്നിരിക്കുന്നവരായി, ദൈവദാസനോട് ചേർന്നിരിക്കുന്നവരായി. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഒരു മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കും എന്നോടൊപ്പം. കർത്താവ്, ഞങ്ങൾ ദൈവസഭയ്ക്കകത്ത് എന്നും വരാറുണ്ട്. പ്രാർത്ഥനയ്ക്കാണെന്ന് പറഞ്ഞാൽ വരുന്നത്, ആരാധിക്കാനാണെന്ന് പറഞ്ഞാൽ വരുന്നത്, അന്യഭാഷ പറയാറുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ ദൈവാത്മാവിൽ ഒന്ന് ചോദിച്ചേ, എൻ്റെ ആരാധന അങ്ങയ്ക്ക് പ്രസാദമായിരുന്നു? എൻ്റെ വരവ് അങ്ങയ്ക്ക് പ്രസാദമായിരുന്നു? ഞാൻ പ്രസംഗിച്ചത് അങ്ങയ്ക്ക് പ്രസാദമായിരുന്നു? ഇന്ന് ഞാൻ ചെയ്തത് അങ്ങയ്ക്ക് പ്രസാദമായിരുന്നു? ഇല്ല എങ്കിൽ ഞാൻ വെറും ശൂന്യൻ. പ്രാർത്ഥിച്ചാട്ടെ പ്രിയമുള്ളവരെ. ചൂടാരാധന. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇടപെടട്ടെ. നമ്മുടെ പല വല കീറാതിരിക്കുന്നത് ദൈവം നിങ്ങളെ താങ്ങിയത് കൊണ്ടല്ലയോ? പണ്ട് കീറേണ്ട വലയായിരുന്നു, പണ്ട് നശിക്കേണ്ട ജീവിതമായിരുന്നു. അത് നശിക്കാതെ വേണ്ട, അതിനകത്ത് വല വിലപിടിപ്പുള്ളത് കയറുവാൻ കാരണമായത് എൻ്റെ ദൈവം നിന്റെ വലയിൽ സൂക്ഷിച്ചത് കൊണ്ടല്ലേ? കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരു സ്നാനാനന്തര ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പൗലോസ് ദൈവസഭയെ നോക്കി പറയുമ്പോൾ, ഈ ഫിലദൽഫിയ അസംബ്ലീസ് ഗോഡിലുള്ള കർത്താവ് ഈ സഭയെ നോക്കി ദൈവത്തിന് പറയാനുള്ളതും അത് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാനുള്ളതല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. ഞങ്ങൾക്ക് ദൈവിക ചൈതന്യമുണ്ടാകണം. ദൈവത്തിൻ്റെ സത്ത ഞങ്ങളിൽ അടങ്ങിയിരിക്കണം. ഞങ്ങളുടെ സഭയ്ക്കകത്ത് യേശു വെളിപ്പെടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവസഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സഭയിലെ ദൈവദാസനെ, ഇവിടെയുള്ള എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ സഭ ഈ ദേശത്തുള്ളവർക്കൊരു സാക്ഷ്യമായി ഉടലെടുക്കുന്ന സഭയാകട്ടെ. പറയുന്നത് പ്രവർത്തിക്കുന്ന, പരിശുദ്ധാത്മാവിന് കീഴടങ്ങുന്ന, ദൈവിക വചനത്തിൻ്റെ അകത്ത് കയറിയ ഒരു ആത്മീയ സഭയായി ഇത് വളർന്ന് പന്തലിക്കട്ടെ. ഇവിടെയുള്ള ദൈവമക്കളിൽ ഒരു ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യക്തമായ പ്രദർശനം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം, കൃപയിൽ സൂക്ഷിച്ചതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ